السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും തൻ്റെ കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തം നഫ്സിനോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ, അതിൻ്റെ 141 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ജൂതന്മാർ അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനേത് രൂപത്തിലാണ് നബിയെ മറുപടി കൊടുക്കേണ്ടത് എന്ന വിഷയമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. അവരുടെ അവകാശവാദങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ജൂതനോ ക്രിസ്ത്യാനിയോ ആയാലാണ് ഒന്നെങ്കിൽ സ്വർഗത്തിൽ എന്ത് ചെയ്യുക, പോവുക എന്ന് പറയുമായിരുന്നു. അല്ലെങ്കിൽ ജൂതനോ ക്രിസ്ത്യാനിയോ ആകണം എങ്കിലേ ഹിദായത്തിലാകൂ എന്നവർ പറയുമായിരുന്നു. അവസാനമായി നമ്മൾ പഠിച്ചത് എന്താണ്? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും യാക്കൂബ് നബിയും അവരുടെ മക്കളെല്ലാം ജൂതനോ ക്രിസ്ത്യാനിയോ ആയിരുന്നു എന്നവരെന്ത് ചെയ്തു? വാദിച്ചു. അതിനുള്ള മറുപടിയാണ് 140-ാമത്തെ ആയത്തിലും 41-ാമത്തെ ആയത്തിലും നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അതിനുശേഷം 2-ാമത്തെ ജുസ്ഇലേക്ക് നമ്മൾ കടക്കുക. 1-ാമത്തെ ജുസ് നമ്മൾ കംപ്ലീറ്റ് ആയി, അൽഹംദുലില്ലാ. 2-ാമത്തെ ജുസ് തുടങ്ങുന്നത് മറ്റൊരു വിഷയമാണ്, വേറൊരു സബ്ജക്റ്റാണ്. പക്ഷെ അതാരുമായി കണക്ട് ചെയ്തതാണ്? അഹ്ലു കിതാബുകാരുമായി ബന്ധമുള്ള മറ്റൊരു സബ്ജക്റ്റിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുപോവുകയാണ്. 142-ാമത്തെ വചനം മുതൽ 145 വരെയുള്ള വചനങ്ങൾ ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട് അവതരിക്കപ്പെട്ട വചനങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, 2-ാമത്തെ അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത് ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ ചർച്ച ചെയ്തുകൊണ്ടാണ്. അതിൽ 142 മുതൽ 145 വരെയുള്ള വചനങ്ങൾ ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്തുകളാണ്. മാത്രവുമല്ല, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് 144-ാമത്തെ ആയത്താണ്. നിങ്ങൾ നേരത്തെ ഓതിയപ്പോൾ അവസാനമായി ഓതിയ ആയത്ത്. ആ ആയത്ത് അവതരിച്ചതോടുകൂടിയാണ് പരിപൂർണമായും ഖിബ്ല മാറണം എന്ന പ്രഖ്യാപനം വരുന്നത്. ഒരു വിധി വരികയാണ്. അതുവരെ ഉണ്ടായിരുന്ന വിധി മാറ്റി പുതിയൊരു വിധി കൊണ്ടുവരികയാണ്. അപ്പം അങ്ങനൊരു വിധി നടപ്പിലാക്കിയാൽ നബിയെ ചില ചോദ്യങ്ങൾക്ക് താങ്കൾ മറുപടി പറയേണ്ടി വരും. ചില ആരോപണങ്ങൾ ഉയരും, ചില ആക്ഷേപങ്ങൾ ഉണ്ടാകും. അതിനുള്ള മറുപടിയാണ് ആദ്യം അള്ളാഹു ആർക്ക് കൊടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തത്. ഖിബ്ല മാറ്റുന്നതിന് മുമ്പ് ഖിബ്ല മാറിയാൽ ആ മാറ്റത്തെ ആക്ഷേപിക്കുന്ന ജനതയോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത്, അതാണ് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തത്. നോക്കൂ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها. سيقول السفهاء. سيقول നമ്മൾ മുമ്പ് ഖാല യഖൂലു, എന്താ അതിൻ്റെ അർത്ഥം? പറഞ്ഞു. ഇവിടെ അതിന് മുമ്പ് ഒരു സീൻ വന്നു. സയഖൂലു, അവർ ഭാവിയിൽ പറയും. ഫ്യൂച്ചറിൽ ഒരു കാര്യത്തെ പറയാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ സ പറയും. കല്ലാ സയഅലമൂൻ, ഖുർആൻ പറഞ്ഞില്ലേ, പിന്നീട് അവരെന്ത് ചെയ്യും? അറിയും. അപ്പോൾ ഭാവിയിൽ ഒരു കാര്യത്തെ പറയാൻ വേണ്ടി
ഒരു വെർബിൻ്റെ കൂട്ടത്തിൽ ഫ്യൂച്ചർ ടെൻസിലുള്ള അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസിലുള്ള മുലാരി ആയ ഒരു വെർബിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യും? സീൻ കടന്നു വരും. എങ്കിൽ അതെന്താ അതിൻ്റെ അർത്ഥം? അടുത്ത ഭാവിയിൽ, തൊട്ടടുത്ത നിമിഷം പറയുമെന്നതിനെ അറിയിക്കുന്നത്. അപ്പം സയഖൂലു, അവർ പറഞ്ഞു എന്നല്ല, പിന്നെ എന്താണ്? അവർ നബിയെ ഭാവിയിൽ പറയും. ആരാണ് പറയുക? അസ്സുഫഹാ. ആരാണ് സുഫഹ എന്ന് പറഞ്ഞാൽ? സഫീഹിൻ്റെ ജംആണ്. സഫീഹിൻ്റെ പ്ലൂറലാണ് സുഫഹ. സഫീഹ് എന്ന് പറഞ്ഞാൽ വിഡ്ഢി, മൂഢൻ എന്നൊക്കെയാണ് അർത്ഥം. വിഡ്ഢികളായ മൂഢന്മാരായ ആളുകൾ ഭാവിയിൽ പറയും. മിനന്നാസ്, ജനങ്ങളിൽപ്പെട്ട കുറച്ച് ആളുകളാണ് അവർ. അപ്പം ജനങ്ങളിൽ നിന്ന് മൂഢന്മാരായ ആളുകൾ പറയും. എന്താ അവർ പറയുക? മാ വല്ലാഹും അൻ ഖിബ്ലതിഹിമുല്ലതി കാനു അലൈഹാ. മാ വല്ലാഹും, അവരെ എന്താണ് തിരിച്ചു കളഞ്ഞത്? മാ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? ചോദ്യത്തിൻ്റെ മായാണ്. എന്താണ്? നമ്മൾ പല മാ പഠിച്ചിരുന്നു അല്ലേ? ഏതൊക്കെ മാ പഠിച്ചു നമ്മൾ? ഇസ്തിഫാം, ചോദ്യത്തിൻ്റെ മാ പഠിച്ചു. നഫീയുടെ, നിഷേധത്തിൻ്റെ മാ പഠിച്ചു. പിന്നെ അത്തുഫിന് കണക്ട് ചെയ്യാൻ വേണ്ടി ചില സ്ഥലത്ത് എന്ത് ചെയ്യും? മാ ഉപയോഗിക്കും. പിന്നെ അത്ഭുതകരമായ ചില കാര്യം പറയുമ്പോൾ മാ ഉപയോഗിക്കും. മാ ജുമലൽ മത്തർ, എത്ര ഭംഗിയുള്ള മഴ എന്നൊക്കെ പറയാൻ വേണ്ടി. അപ്പം മാ ഒരു അത്ഭുതകരമായ കാര്യത്തെ പറയാൻ വേണ്ടി ഉപയോഗിക്കും. നമ്മളതൊക്കെ പറഞ്ഞു, മുമ്പ് പറഞ്ഞാണ്, ഒന്നുകൂടി എന്ത് ചെയ്യാണ്? റിവൈസ് ചെയ്ത് പോവാണ്. അപ്പം മാ എന്ന ഒരു പദത്തെ പല രൂപത്തിൽ ഉപയോഗിക്കും. ഇവിടെ എന്തിനാ ഉപയോഗിച്ചത്? മാ വല്ലാഹും. വല്ല, എന്താ വല്ല എന്ന് പറഞ്ഞാൽ? വല്ല യുവല്ലി തൗലിയത്ത്. ആ പദം ഒന്ന് എഴുതണം. ഇനി അങ്ങോട്ട് ആ പദം കുറേ നമുക്ക് പഠിക്കാനുണ്ട്. വല്ല യുവല്ലി, അതിൻ്റെ വല്ലി, അതിൻ്റെ അമ്ര പഠിക്കാനുണ്ട്. ആ അമ്രിൻ്റെ ജംഅ പഠിക്കാനുണ്ട്. അപ്പം ഇനി ആ പദം നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ തവണ അടുത്ത ആയത്തുകളിൽ നമ്മൾ പ്രയോഗിക്കും. അതുകൊണ്ട് ആ പദം ഒന്ന് എഴുതണം. വല്ല, യുവല്ലി, തൗലിയത്തുൻ. തൗലിയത്തുൻ. വല്ല എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കളഞ്ഞു എന്നാണ്. തിരിഞ്ഞു കളഞ്ഞു. മാ വല്ലാഹും, അവർ തിരിഞ്ഞു കളഞ്ഞത് എന്താണ്? അൻ ഖിബ്ലതിഹിം, അവരുടെ ഖിബിലയെ തൊട്ട് അവർ തിരിഞ്ഞു കളഞ്ഞത് എന്താണ്? അല്ലത്തി, എങ്ങനെയുള്ള ഖിബില? കാനു അലൈഹ, അവരായിരുന്ന, അവരേതൊരു കിബിലയിലായിരുന്നു ആ കിബിലയിൽ നിന്ന് അവരെ തിരിച്ചു കളഞ്ഞത് എന്താണ് എന്ന് ആര് ചോദിക്കും? ആ ജനങ്ങളിൽ ചില മൂഢന്മാർ നബിയെ ചോദിക്കും. അപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടി, ആക്ഷേപം ഉണ്ടായാൽ ആ ആക്ഷേപത്തിന് എങ്ങനെ മറുപടി പറയണമെന്ന് ആരെ പഠിപ്പിക്കുകയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ തന്നെയാണല്ലോ മുസ്ലിമീങ്ങളായ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അനുസരിച്ച് ജീവിക്കുമ്പോൾ, അതിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുമ്പോൾ എന്തു ചെയ്യും? സ്വാഭാവികമായും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇടപെടുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പ്രാപ്തരാവുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെയും സഹാബത്തിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? അതിനുള്ള മറുപടി പറയാൻ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഒരു കാര്യമാണ്, ഉദാഹരണമാണിത്. നബിയോട് പറയുകയാണ്, നബിയെ അങ്ങനെ ചില ആളുകൾ പറയും, എന്താണ് ഇവർ ഈ കിബില ഇവരെ ഏതൊരു കിബിലയിലായിരുന്നു അതിൽ നിന്ന് ഇവരെ തിരിച്ചു കളഞ്ഞ എന്താണ്? കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ കിബിലയായി സ്വീകരിച്ചിരുന്നത് കഅബയെയും ബൈത്തുൽ മുഖദ്ദസിനെയും കിബിലയായി സ്വീകരിച്ചു. അതെങ്ങനെ കഅബയും ബൈത്തുൽ മുഖദ്ദസിനെയും ഒരേ സമയത്ത് കിബിലയായി സ്വീകരിക്കുക? ആ ബൈത്തുൽ മുഖദ്ദസിൻ്റെ നേരെ കഅബയുടെ പിന്നിൽ വന്ന് നബി എന്ത് ചെയ്യും? നമസ്കരിക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ട് പള്ളിയും മസ്ജിദും കിബിലയാക്കാൻ പറ്റി. അപ്പോൾ കഅബയും കിബിലയായി, കഅബക്ക് നേരെ അപ്പുറത്ത് എന്തുണ്ട്? നേരെ ബൈത്തുൽ മഖ്ദിസിൻ്റെ ഡയറക്ഷനിലേക്ക് നബി തിരിഞ്ഞെന്ത് ചെയ്യും? നമസ്കരിക്കും. പക്ഷെ മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനുള്ള അവസരമില്ല. കാരണം എന്താ? മദീനയിലെത്തിയപ്പോൾ തെക്കു ഭാഗത്ത് കഅബയും വടക്കു ഭാഗത്ത് ബൈത്തുൽ മഖ്ദിസുമാണ്. തെക്കു ഭാഗത്ത് കഅബ, വടക്കു ഭാഗത്ത് ബൈത്തുൽ മുഖദ്ദിസ്. അപ്പോൾ എങ്ങനെ തിരിഞ്ഞ് രണ്ടും ഒരേപോലെ കിബിലയാക്കാൻ പറ്റൂല. 16 17 മാസം ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, 16 17 മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞ് നമസ്കരിച്ചത് എങ്ങോട്ടാണ്?
ബൈത്തുൽ മഖ്ദിസിലേക്കാണ്. ബൈത്തുൽ മഖ്ദിസിലേക്കാണ്. അപ്പോൾ ഈ ബൈത്തുൽ മഖ്ദിസിലേക്ക് എന്തുകൊണ്ട് മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞ് നമസ്കരിച്ചു? ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് അവിടെ എത്തിയപ്പോൾ തിരിഞ്ഞ് നമസ്കരിച്ചു? അത് പ്രസക്തമായ ചോദ്യമാണ്. അതിന് ഉത്തരം കണ്ടെത്തണം. കാരണം മദീനയിലെത്തിയപ്പോൾ നബി ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചപ്പോൾ ജൂതന്മാർ പറഞ്ഞൊരു വാദമുണ്ട്. നോക്കൂ, ഞങ്ങളുടെ കിബിലയാണ് മുഹമ്മദ് സ്വീകരിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എന്തുകൊണ്ടും മുഹമ്മദ് ഞങ്ങളുടെ മതം സ്വീകരിക്കാനാണ് ഏറ്റവും അർഹതപ്പെട്ടത്, അല്ല ഞങ്ങൾ മുഹമ്മദിൻ്റെ മതം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ ഞങ്ങളുടെ കിബില സ്വീകരിച്ച മുഹമ്മദ് നബി എന്ത് ചെയ്യണം? സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ മതം സ്വീകരിക്കണമെന്നവർ പറഞ്ഞു. ന്യായമല്ലേ? നോക്കുമ്പോൾ ന്യായമാണ്. കാരണം എന്താ? മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ കിബിലയാക്കിയ പള്ളിയാണിത്, ബൈത്തുൽ മഖ്ദിസ്, മസ്ജിദുൽ അഖ്സ. അപ്പം നബി മക്കയിലാവുമ്പോൾ എന്ത് ചെയ്തിരുന്നു? കഅബയെയും സ്വീകരിച്ചു, ബൈത്തുൽ മഖ്ദിസിനെയും സ്വീകരിച്ചു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം അഭിപ്രായ പ്രകാരം ചെയ്തതാണോ അതോ ഖുർആനിൻ്റെ കൽപ്പന പ്രകാരമാണോ? പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം തന്നെയാണ് മദീനയിലെത്തിയ റസൂൽ എന്ത് ചെയ്തത്? ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും സ്വന്തമായിട്ട് തീരുമാനിക്കില്ല. കാരണം മദീനയിൽ ഏറ്റവും കൂടുതൽ ജൂതന്മാർ അധിവസിക്കുന്ന കേന്ദ്രമാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ ഒരു അനൈക്യം ഉണ്ടാക്കുക എന്നുള്ളത് എന്താണ്? ഒരു പ്രശ്നമാണ്. 16-17 മാസം നബിയോട് അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറയുകയാണ്. ആ തിരിഞ്ഞ് നിസ്കരിപ്പിച്ചത് എന്തിനാണ്? നബിയോട് ആദ്യം തന്നെ പറഞ്ഞാൽ മതി എങ്ങോട്ട് തിരിയാൻ? കഅബയിലേക്ക് തിരിയാൻ. പക്ഷെ അത് പറയാതെ ആദ്യം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിയാൻ പറഞ്ഞത് എന്തിനാണ് എന്ന് നമുക്ക് അടുത്ത ആയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നോക്കൂ, അവർക്ക് കൊടുക്കേണ്ട മറുപടി എന്താണ്? ഖുൽ, നബിയെ പറയണം, ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, അല്ലാഹുവിനാകുന്നു ഉദയസ്ഥാനവും അസ്തമയസ്ഥാനവും, യഹ്ദീ മൻ യശാ ഇലാ സിറാത്തി മുസ്തഖീം, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ മുസ്തഖീമായ മാർഗത്തിലേക്ക് എന്ത് ചെയ്യും? വഴി നടത്തും. നോക്കൂ, നബിയോട് പറയാൻ പറഞ്ഞ വാചകം എന്താ? അതെ, അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ്, കൂടുതലൊന്നും അവരോട് എന്ത് ചെയ്യണ്ട, വിശദീകരിക്കേണ്ട. ഒറ്റ വാചകം, ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്. ഇതിന് സമാനമായ ആയത്തുകൾ വേറെ സൂറത്തിലുണ്ട്. സൂറത്ത് ബഖറയിൽ തന്നെ ഉണ്ട്. സൂറത്ത് ബഖറയിൽ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചിരുന്നു. ഒന്ന് പേജ് ഒന്ന് മറിച്ച് നോക്കിയാലോ? ഇടയ്ക്ക് പേജ് മറിച്ചില്ലെങ്കിൽ കണ്ണ് ചിലപ്പോൾ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 115 ആയത്ത്, 115 ആയത്ത് എന്താണ്? വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഫഅയ്നമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ് ഇന്നല്ലാഹ വാസിഉൻ അലീം. അവിടെയും എന്താ മറുപടി കൊടുത്തത്? ഉദയസ്ഥാനവും അസ്തമയസ്ഥാനവും അള്ളാഹുവിനാണ്. നിങ്ങൾ എവിടെ തിരിഞ്ഞാലും അവിടെ എന്തുണ്ട്? ഫസമ്മ വജ്ഹുല്ലാഹ്, അള്ളാഹിൻ്റെ മുഖമുണ്ട്. നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും ആരിലേക്കാണ് തിരിയുന്നത്? അള്ളാഹുലേക്കാണ് തിരിയുന്നത്. അപ്പം ഇന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞാൽ മാത്രമേ അത് ശരിയാവുള്ളൂ എന്നല്ല, മറിച്ച് ഇന്ന സ്ഥലത്തേക്ക് തിരിയണമെന്ന് അള്ളാഹു ഒരു നിയമം വെച്ചാൽ അത് പാലിക്കൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് ബാധ്യസ്ഥരാണവർ. എന്നാൽ വിശ്വാസികളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതവർ നോക്കേണ്ട ആവശ്യം ഇല്ല. നമ്മൾ ലിബറലിസ്റ്റുകളോട് നമ്മൾ പറയാറില്ലേ, നിങ്ങൾ എന്തിന് ഇത്ര ഇടങ്ങേറാവുന്നു? ഈ പറയുന്നതൊക്കെ ആരോടാണ്? വിശ്വാസികളോടാണ്. നിങ്ങൾ എന്തിന് ഇടങ്ങേറാണ്? അതേ ചോദ്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളൊരു നിയമം വെച്ചാൽ അത് പാലിക്കൽ എന്താണ്? ബാധ്യതയാണ്. എന്നാൽ എവിടേക്ക് തിരിഞ്ഞ് നിന്ന് റബ്ബിനോടും ദുആ ചെയ്യാൻ പറ്റൂലേ? നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ്, നമ്മൾ നിൽക്കുന്ന നിൽപ്പ് ചിലപ്പോൾ വടക്കോട്ടോ തെക്കോട്ടോ കിബിലക്ക് അഭിമുഖമാകണമെന്നില്ല. പക്ഷെ ആ നിൽക്കുന്ന സമയത്ത് നമ്മൾ മനസ്സുകൊണ്ട് റബ്ബിനെ വിളിക്കുകയാണ്, റബ്ബിനോട് തേടുകയാണ്. അപ്പോൾ എവിടേക്ക് തിരിഞ്ഞാലും അള്ളാഹുവിൻ്റെ മുഖം, ഫസമ്മ വജ്ഹുല്ലാ, അള്ളാഹിൻ്റെ മുഖം അവിടെ ഉണ്ട്. അപ്പം ഇന്നടത്തേക്ക് തിരിഞ്ഞാലേ ശരിയാവുള്ളൂ എന്നല്ല, മറിച്ച് അതൊരു മതനിയമമാണ്. മതത്തിലൊരു നിയമം കൊണ്ടുവന്നാൽ അത് പാലിക്കണം. എന്നാൽ എവിടേക്ക് തിരിഞ്ഞും ഒരു മനുഷ്യന് പ്രാർത്ഥിക്കാം. പക്ഷെ നമസ്കാരത്തിൽ ഒരിടത്തേക്ക് എല്ലാവരെയും അള്ളാഹു തിരിച്ചു നിർത്തുമ്പോൾ തിരിയണമെന്നേ അതിനർത്ഥമുള്ളൂ. അപ്പോൾ ഇവർ വലിയൊരു വിവാദമാക്കി കൊണ്ടുവരികയാണ്. എന്തിനെ വിവാദമാക്കണം എന്നറിയോ? വിശ്വാസികളുടെ ഇടയിൽ എന്തുണ്ടാക്കണം? ഒരു ഇടങ്ങേറുണ്ടാക്കണം. ഇതെന്താ? ഇടക്ക് മക്കത്തെത്തിയപ്പോൾ കഅബയിലേക്ക് തിരിഞ്ഞു, ഇവിടെ എത്തിയപ്പോൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു, വീണ്ടും പോകുന്നു കിബിലയിലേക്ക്. ഇനിയിപ്പോൾ നാളെ എന്തു ചെയ്യും?
മുഹമ്മദ് ഇത് മാറ്റും. എന്നിട്ട് അവർ എത്രത്തോളം പറഞ്ഞെന്നറിയോ? ഇത് ദൈവിക മതമൊന്നുമല്ല. പിന്നെയോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിയപ്പോൾ മൂപ്പർ എന്ത് ചെയ്തു? മാറ്റി. ഇത് ഇനി മാറിക്കൊണ്ടിരിക്കും എന്നവർ പറഞ്ഞു. ഇത് ആക്ഷേപം ചെറുതല്ല. നബിയുടെ കൂട്ടത്തിൽ വിശ്വസിച്ചിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ എന്തുണ്ടാക്കും? വലിയ ആശങ്ക ഉണ്ടാക്കും, വലിയ എന്താ പറയുക, അങ്കലാപ്പുണ്ടാക്കും. ഇതെന്താ പിന്നെ അവരോട് എന്ത് മറുപടി പറയും? അവരല്ലെങ്കിൽ തന്നെ നമ്മളോട് പറഞ്ഞത് അവരുടെ മതം സ്വീകരിക്കുക, നമ്മൾ അവരുടെ കിബിലയിലേക്ക് തിരിയുന്നു എന്നാണ്. ഇപ്പം കിബില വീണ്ടും മാറ്റിയപ്പോൾ എന്താവും? അത് വീണ്ടും അടുത്തൊരു ചർച്ചയാവും. അപ്പം നബി സല്ലല്ലാഹു പറയണം, അവരോട് പറയേണ്ട വാചകം ഖുല്ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്. നോക്കൂ, അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുകയാണ്. അതായത് അൽ ഹുക്കും, ഒരു വിധി നടപ്പാക്കുന്നത് ആരാണ്? അല്ലാഹുവാണ്. വൽ തസറുഫ്, ആ വിധിയെ മാറ്റാനുള്ള അധികാരവും ആർക്കാണ്? അല്ലാഹുവിനാണ്. പിന്നെ ഒരു കാര്യം സ്ഥാപിക്കാൻ, വൽ അംറു, ഒരു കാര്യം കൊണ്ടുവരാനുള്ള അധികാരം ആർക്കാണ്? അല്ലാഹുവിനാണ്. നമ്മൾ മുമ്പ് നസ്ഖ് പഠിച്ചിരുന്നു. നസ്ഖ് വളരെ വിശദമായി പഠിച്ചൊരു ചാപ്റ്ററാണ് നസ്ഖ്. ഖുർആനിൽ എന്തുണ്ട്? ചില ആയത്തുകളെ ദുർബലപ്പെടുത്തും. ചിലപ്പോൾ ആയത്തിൻ്റെ ഹുക്കുമിനെ നിലനിർത്തും, ആയത്തിനെ ദുർബലപ്പെടുത്തും. ചിലപ്പോൾ ഹുക്കുമ് ദുർബലപ്പെടുത്തും, ആയത്തിനെ നിലനിർത്തും. ചിലപ്പോൾ ആയത്തും ഹുക്കുമും ഒരുമിച്ച് എന്ത് ചെയ്യും? ദുർബലപ്പെടുത്തും. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു, ഇതാ ഒരായത്തിറക്കുന്നു, ഇതാ അത് പിന്നെ എന്ത് ചെയ്യുന്നു? തിരിച്ചെടുക്കുന്നു. ഇതാ ഒരായത്തിറക്കുന്നു, അതിലെ ഹുക്കുമ് മാറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞ് നബീനെ ആക്ഷേപിക്കുമായിരുന്നു. ജൂതന്മാർ ഈ നസ്ഖ് എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. അപ്പം അന്ന് നമ്മൾ മറുപടി കൊടുത്തത് എന്താ? ഖുർആൻ്റെ മറുപടി എന്തായിരുന്നു? ജൂതന്മാർക്കത് പറയാനുള്ള അവകാശം ഇല്ല. കാരണം എന്താ? അവരുടെ തൗറാത്ത് അവതരിച്ചപ്പോൾ ബനു ഇസ്രായേലിൽ ഉണ്ടായിരുന്ന പല നിയമങ്ങളും തൗറാത്തിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? നസ്ഖ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില ഉദാഹരണം പറഞ്ഞു. ഒരേ സമയത്ത് രണ്ട് സഹോദരിമാർ ഒരു സമയത്ത് എന്ത് ചെയ്യാം? കല്യാണം കഴിക്കാമായിരുന്നു. തൗറാത്ത് അവതരിച്ചതുകൂടി എന്ത് ചെയ്തു? അത് നസ്ഖ് ചെയ്തു. ഇബ്രാഹിം നബിയുടെ ആദ്യം മകനെ ഇറക്കാൻ പറഞ്ഞു. ആ ഹുക്കുമ് തൊട്ടടുത്ത നിമിഷം എന്ത് ചെയ്തു? അള്ളാഹ് നസ്ഖ് ചെയ്തു. അത് തൗറാത്തിലും ഇഞ്ചിയിലുണ്ട്. അപ്പം നസ്ഖ് ചെയ്ത പല സംഭവങ്ങളും തൗറാത്തിലും ഇഞ്ചിയിലും ഉണ്ടായിരിക്കെ അഹ്ലു കിതാബുകാർക്ക് ഇതിനെ വിമർശിക്കാൻ യാതൊരു അധികാരവും ഇല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ സ്വന്തം മക്കൾ തമ്മിലാണ് പരസ്പരം എന്ത് ചെയ്തത്? കല്യാണം കഴിച്ചിരുന്നത്. എന്നാൽ ആ മതവിധി എന്ത് ചെയ്തു? കാലം കഴിഞ്ഞപ്പോൾ മാറി. അപ്പോൾ ഒരു വിധി കൊണ്ടുവരാനും അത് മാറ്റാനും പിന്നൊരു വിധി സ്ഥാപിക്കാനുമുള്ള അധികാരം ആർക്കാണ്? അള്ളാഹുവിനാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യാണ്? നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വിധി കൊണ്ടുവന്നാൽ ആ വിധിയെ നിരുപാധികം സ്വീകരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. നിരുപാധികം സ്വീകരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്ത വാചകത്തിൽ പറഞ്ഞത് യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഹദാ യഹ്ദീ ഹിദായത്തുൻ. ഹദാ യഹ്ദീ ഹിദായത്തുൻ. ആ വാക്ക് മുമ്പ് നമ്മൾ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല. ഹദാ യഹ്ദീ ഹിദായത്തുൻ. അപ്പോൾ ഇവിടെ പറയണ യഹ്ദീ, അള്ളാഹു ഹിദായത്തിലാക്കുന്നു. മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ. ഷാ യശാഉ മശീഅത്തുൻ. മശീഅത്തുൻ ആ വാക്ക് നമ്മൾ മുമ്പ് എഴുതിയിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ഹിദായത്തിലാക്കുന്നു. ഇലാ സിറാത്തിൻ മുസ്തഖീം, മുസ്തഖീമായ പാതയിലേക്ക്. മുസ്തഖീമായ പാതയിലേക്ക്. നോക്കൂ, എന്തിനായിരിക്കും അള്ളാഹു ഇങ്ങനൊരു വാചകം അവസാനം പറഞ്ഞത്? അതായത് അള്ളൊരു നിയമം കൊണ്ടുവന്നാൽ ചോദ്യം ചെയ്യാതെ അത് അനുസരിക്കാനുള്ള മനസ്സുണ്ടാകണമെങ്കിൽ അള്ളാഹിൻ്റെ തൗഫീക്ക് എന്ത് ചെയ്യണം? കിട്ടണം. ഹിദായത്ത് ലഭിച്ചവർക്ക് അള്ളാഹു പറഞ്ഞോ റസൂല് പറഞ്ഞോ എങ്കിൽ ഞാൻ അനുസരിക്കുന്നുവെന്ന് പറയണമെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ ഹിദായത്ത് എന്ത് ചെയ്യണം? കിട്ടണം. അത് കിട്ടാത്തൊരു മനുഷ്യൻ എന്ത് ചെയ്യൂല? ചില കാര്യങ്ങൾ അവൻ ഉൾക്കൊള്ളാൻ കഴിയൂല. അപ്പം നമുക്ക് അള്ളാഹ് പറഞ്ഞൊരു കാര്യം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് മാർഗത്തിലാണ്? സിറാത്തൽ മുസ്തഖീമിലാണ്. ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ ഒരുപാടുണ്ട്. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കിബിലയായി സ്വീകരിച്ചത് ഏതിനെയാണ്? കഅബയാണ്. ആ കഅബയെ തൗഹീദിന്റെ കേന്ദ്രമാക്കി.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി പടുത്തുയർത്തിയ കഅബയിലേക്ക് തിരിഞ്ഞ് നിന്ന് നമസ്കരിക്കാൻ കഴിയുന്നു എന്നുള്ളത് സിറാത്തുൽ മുസ്തഖീമിൻ്റെ മാർഗമാണ്. നമ്മുടെ ഹനീഫിയത്ത് എന്താന്ന് നമ്മൾ പറഞ്ഞു. ആ ഹനീഫിയത്തിൽ ഒരു കാര്യം എന്താണ്? കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കുക എന്നത് ഹനീഫിയത്തിൻ്റെ ഭാഗമാണ്. അത് ഇബ്രാഹിം നബിയെ പിന്തുടരുന്ന വിശ്വാസികൾക്ക് മാത്രമേ പറയാൻ അവകാശമുള്ളൂ. ജൂതന്മാർക്കും നസാറാക്കൾക്കും അവകാശമില്ല. അപ്പോൾ ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കിബില മാറ്റത്തിലൂടെ എന്ത് ചെയ്യാണ്? ഹനീഫിയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇബ്രാഹിം നബിനെ പറ്റി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ആ ഹനീഫിയത്തിലേക്ക് നബിയെയും സഹാബത്തിനെയും അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ പ്രവേശിപ്പിക്കുകയാണ് കിബില മാറ്റത്തിലൂടെ. അതാണ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കിയെടുക്കേണ്ടത്. നോക്കൂ, സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗമെന്ന് ഖുർആൻ പറഞ്ഞെടുത്തൊക്കെ പദം ഉപയോഗിച്ചത് ഏതാണ്? ഏതാ? സിറാത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. അപ്പം എന്തുകൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഈ സിറാത്ത് ഒന്ന് ഉപയോഗിച്ചത്? സിറാത്തുൻ, ഇതിന് സമാനമായ ചില പദങ്ങൾ ഖുർആനിലുണ്ട്. ഏതൊക്കെയാ? ത്വരീഖ്. എന്താണ് ത്വരീഖ്? വഴി. സബീൽ, മാർഗം. പക്ഷെ ഈ പദങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്തഖീമായ എൻ്റെ മാർഗം, മുസ്തഖീമായ പാത എന്ന് പറഞ്ഞെടുത്തൊന്നും ഈ ത്വരീഖും ഉപയോഗിച്ചില്ല, സബീലും ഉപയോഗിച്ചില്ല. പിന്നെന്തോ ഉപയോഗിച്ച്? സിറാത്ത്. അതിന് ഭാഷാപരമായൊരു പ്രത്യേകതയുണ്ട്. അറബി ഭാഷയിൽ ഒരു പദം ഉപയോഗിക്കുന്നിടത്ത് പോലും ഒരു കൃത്യതയുണ്ടാവും, പെർഫെക്ഷൻ ഉണ്ടാവും. വിശുദ്ധ ഖുർആനാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം. കാരണം ത്വരീഖിന് ബഹുവചനമുണ്ട്. എന്താണ്? ത്വറായിഖ് അല്ലെങ്കിൽ തുർക്ക്. ഇത് ത്വരീഖിൻ്റെ ബഹുവചനാണ്. സബീലിന് ബഹുവചനമുണ്ട്, സുബുൽ. എന്താണ്? സുബുൽ. പക്ഷേ സിറാത്ത് എന്ന പദത്തിന് ബഹുവചനം ഇല്ല. അതിനൊറ്റ വഴിയുള്ളൂ, സിറാത്ത്, പാത. സിറാത്തിന് എന്തില്ല? ഒരു ബഹുവചനം പറയാനില്ല, പാതകൾ എന്ന് പറയാൻ ഇല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ മുസ്തഖീമായ മാർഗം ഒന്നാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് സിറാത്ത് എന്ന പദത്തെ അള്ളാഹ് എന്ത് ചെയ്തത്? കൊണ്ടുവന്നത്. വെറുതെ അല്ല കൊണ്ടുവന്നത്. അള്ളാഹിൻ്റെ മുസ്തഖീമായ മാർഗം ഒന്നാണ്, വഹ്ദാണ്. അതിനാണ് സിറാത്ത് എന്ന പദത്തെ അള്ളാഹ് അവിടെ കൊണ്ടുവന്നത്. നിങ്ങൾ എവിടെ എടുത്തു നോക്കിയോ, മുസ്തഖീം എന്ന എൻ്റെ മുസ്തഖീമായ മാർഗം എന്ന് പറയുന്നിടത്തേക്ക് അള്ളാഹ് ഉപയോഗിച്ച എന്താണ്? സിറാത്ത്, സിറാത്ത് എന്ന. അപ്പൊ സിറാത്ത് എന്ന പദം ഉപയോഗിച്ചെടുത്ത് പോലും എന്തുണ്ട്? ഭാഷാപരമായി ആ മാർഗത്തെ ഒറ്റ വഴിയെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു? പറഞ്ഞു. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഒരു സംഭവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നബിയുടെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് നബി മണ്ണിലൊരു വര വരച്ചു. എന്നിട്ട് നബി എന്താ പറഞ്ഞത്? വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. ആ ഒരു ഒറ്റ വഴി വരച്ചിട്ട് എന്താ പറഞ്ഞത്? വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. ഇതെൻ്റെ ഋജുവായ നേരായ പാതയാകുന്നു. എന്നിട്ട് നബി എന്ത് ചെയ്തു? യമീനിഹി വഷിമാലിഹി, വലത്തോട്ടും ഇടത്തോട്ടും കുറേ വഴികൾ വരച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നറിയോ? ഇതെല്ലാം ഷെയ്ത്താനിൻ്റെ സുബുലുകളാണ്, സെബീലുകളാണ്, മാർഗങ്ങളാണ്. അവിടെ സിറാത്ത് എന്ന് പറഞ്ഞില്ല. വലത്തോട്ടും ഇടത്തോട്ടും വരച്ച ആ വരകളെ നബി എന്തു പറഞ്ഞില്ല? സിറാത്ത് എന്ന് പറഞ്ഞില്ല, സെബീൽ എന്നാണ് പറഞ്ഞത്. എന്നാൽ നേരെ വരച്ച വരക്കോ സിറാത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരൊറ്റ വഴിയേ മുസ്തഖീമായ മാർഗമുള്ളൂ. അതറിയിക്കാൻ വേണ്ടി അറബി ഭാഷയിൽ ഒന്നിനെ മാത്രം അറിയിക്കുന്ന വഴിയെ തിരഞ്ഞെടുത്തു, ആ പദത്തെ തിരഞ്ഞെടുത്തു, സിറാത്ത്. അപ്പോൾ നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നമ്മൾ ഓതുമ്പോൾ ഒരൊറ്റ വഴിയാണ് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ അതിനൊന്നുകൂടി തഫ്സീൽ ചെയ്തു പറഞ്ഞു, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അപ്പോഴും പറഞ്ഞു അത് അള്ളാഹ് അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. അതേ പദം തന്നെ വീണ്ടും കൊണ്ടുവന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിൻ്റെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടത്തുന്നത് ആരെയാണ്? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിരുപാധികം അനുസരിക്കുന്ന വ്യക്തികൾക്കാണ് അള്ളാഹിൻ്റെ ഹിദായത്ത് കിട്ടുക.
അങ്ങനെ അനുസരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഹിദായത്തിലാണ് ആരുള്ളത്? നമ്മളുള്ളത്. ഇനി നോക്കൂ അടുത്ത ആയത്തിൽ വകദാലിക, അപ്രകാരം. വകദാലിക 3 പദങ്ങളുണ്ട്. വകദാലിക്കയിൽ 3 പദങ്ങൾ. 1 വാ, 2 കാഫ്, 3 ദാലിക്ക. വാവ് അത്തുഫിൻ്റെ ആൻഡ് എന്ന് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്ന വാക്കാണിത്, പദമാണേത്? വാവ് ലെറ്ററാണ്. കാഫ് പോലെ, ലൈക്ക് എന്ന് പറയാൻ ഉപയോഗിക്കുന്നതാണ്. ദാലിക്ക അത്, അതുപോലെ. അപ്പം അതുപോലെ അവർ ഹിദായത്തിലായതുപോലെ, അവർ സിറാത്തുൽ മുസ്തഖീമിലായതുപോലെ ജഅൽനാക്കും, നിങ്ങളെ നാം ആക്കിയിട്ടുണ്ട്. ജഅല യജ്അലു, ജഅൽനാ നാം ആക്കിയിട്ടുണ്ട്, കും നിങ്ങളെ, ഉമ്മത്തൻ വസത്താ, ഉമ്മത്തൻ വസത്താ. എന്താ ഉമ്മത്തൻ വസത്ത എന്ന് പറഞ്ഞാൽ? ഉമ്മത്തൻ വസത്ത, ഉമ്മത്തെന്താ? സമുദായം. ഉമ്മത്തൻ വസത്ത, വസത്തിയായ ഒരു സമുദായമാക്കിയിട്ടുണ്ട് നിങ്ങളെ. വസ്ത് എന്ന് പറഞ്ഞാൽ എന്താ? വസ്ത്, മിഡിൽ, മിഡിൽ എന്നാണ് അർത്ഥം. അപ്പം മധ്യമ സമൂഹമാക്കി നിങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ മധ്യമ സമൂഹം എന്ന് പറഞ്ഞാൽ എന്താ? പണ്ഡിതന്മാർ പറഞ്ഞു ഈ വസത്ത എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? അദ്ല, അദ്ല, നീതിയുക്തമായ ഒരു ഉമ്മത്ത്. തീവ്രതയുമില്ല, ജീർണതയുമില്ല. തീവ്രതക്കും ജീർണതക്കും മധ്യേ. തീവ്ര നിലപാടുകളിലേക്ക് പോകൂല മതത്തിൻ്റെ വിഷയത്തിൽ. എന്നാൽ അത് ഷിദ്ദത്ത്, മതത്തിൻ്റെ വിഷയത്തിൽ ഷിദ്ദത്താണ് തീവ്ര നിലപാട്. എന്നാൽ ജീർണതയോ മതം ഉപേക്ഷിക്കുന്ന ലിബറൽ നിലപാടുകൾ. ഇതിൻ്റെ ഇടയിലായിരിക്കും ഉണ്ടാകുക. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത് ചേർത്തി പറയാണ് ജഅൽനാക ഉമ്മത്തൻ വസത്താന്ന്, നിങ്ങളെ വസത്തിയായ ഉമ്മത്താക്കിയിരിക്കുന്നു. നമുക്കൊന്ന് ഫാത്തിഹയിലേക്ക് പോവാം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അതാണ് ഉമ്മത്തൻ വസത്ത, അല്ലാഹ് അനുഗ്രഹിച്ചവരുടെ ആ മാർഗം. എന്നാൽ തീവ്രതയിലേക്കും ജീർണതയിലേക്കും പോയവരാരാണ്? ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ജൂതന്മാർ, നസാറാക്കളും. അവർ ചില വിഷയത്തിൽ തീവ്രരായി, ചില വിഷയത്തിൽ എന്ത് ചെയ്തു? ജീർണതയിലേക്ക് പോയി. ഒന്ന്, ജൂതന്മാർക്ക് അള്ളാഹു എന്തു കൊടുത്തു? കിതാബുകൾ കൊടുത്തു, വേദഗ്രന്ഥം കൊടുത്തു. ആ വേദഗ്രന്ഥത്തെ അവരെന്ത് ചെയ്തു? മറച്ചു വെച്ചു. അതുകൊണ്ട് അവർ അമൽ എന്ത് ചെയ്തില്ല? ചെയ്തില്ല. അങ്ങനെ അവർ ജീർണതയിലേക്ക് പോയി എന്നാണ്. അറിവിൻ്റെ വിഷയത്തിൽ അവരെന്ത് ചെയ്തു? ജീർണതയിലേക്ക് പോയി. ക്രിസ്ത്യാനികളോ, അവർ ചില അറിവ് കിട്ടി അത് തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കി എന്ത് ചെയ്തു? അവർ തീവ്രതയിലേക്ക് പോയി. അതിനൊരു എക്സാമ്പിൾ പറയാം. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വിഷയത്തിൽ ക്രിസ്ത്യാനികൾ ആരായി? തീവ്രരായി, തീവ്രതയിലേക്ക് പോയി. ഈസാ നബി ആദരിച്ച് എന്ത് ചെയ്തു? അവരാരാധിച്ചു. ജൂതന്മാരോ നേരെ തിരിച്ച്. ഈസാ നബി ആരാണെന്ന് പറഞ്ഞു? ഒരു ജാരസന്തതിയാണെന്ന് പറഞ്ഞു. മഅദല്ലാ. അവർ ഈസാ നബിയുടെ വിഷയത്തിലും മറിയം ബീവിയുടെ വിഷയത്തിലും അവരെന്ത് ചെയ്തു? അങ്ങേയറ്റം ജീർണതയിലേക്കാണ് അവരെന്ത് ചെയ്തത്? പോയത്. എന്നാൽ നേരെ തിരിച്ചുവാകും. ക്രിസ്ത്യാനികൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ജീർണതയിലേക്ക് പോവും. അതേപോലെ തന്നെ ജൂതന്മാർ ചിലപ്പോൾ തീവ്രതയിലേക്ക് പോകും. ഏതുപോലെ? പ്രവാചകന്മാരുടെ വിഷയം എടുത്താൽ പ്രവാചകന്മാരെ മൊത്തം വന്ന നല്ലൊരു ശതമാനം പ്രവാചകന്മാരെയും ജൂതന്മാരെന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് നമ്മൾ ബഖറയിൽ പഠിച്ചൊരു വാചകത്തിൽ ചോദിച്ചിരുന്നു. എന്താണ്? നിങ്ങൾ നബിമാരുടെ പാരമ്പര്യം പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാണ് നബിമാരെ കൊന്നുകളഞ്ഞത്? വല്ലാത്തൊരു ചോദ്യമാണത്. നബിമാരുടെ പാരമ്പര്യം പറയുന്ന ജൂതരെ നിങ്ങൾ എന്തിന് നബിമാരെ കൊന്നു? നമ്മൾ മുമ്പ് പഠിച്ചതാണ് ബഖറയിൽ തന്നെ. അപ്പോൾ അവരെന്ത് ചെയ്തു? പ്രവാചകന്മാരുടെ വിഷയത്തിൽ അവർ ജീർണതയിലേക്ക് പോയി. എന്നാൽ ആ പ്രവാചകന്മാരെ ആദരിക്കുന്ന വിഷയത്തിൽ ക്രിസ്ത്യാനികൾ എന്തായി? കുറച്ച് തീവ്രരായി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലേക്ക് വന്നപ്പോൾ സഹാബത്ത് എഴുന്നേറ്റു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുമന്നു,
നബി സല്ലല്ലാഹു ആ എഴുന്നേൽക്കൽ ഇഷ്ടപ്പെട്ടില്ല. കാരണം നബി ഒരു സദസ്സിലേക്ക് വരുമ്പോൾ സമൂഹം മുഴുവൻ നബീനെ എന്ത് ചെയ്യാണ്? ആദരിക്കാൻ എഴുന്നേൽക്കുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ലാ തതുറൂനി കമാ തറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. മറിയമിൻ്റെ മകൻ ഈസയെ നസാറാക്കൾ ആദരിച്ചതുപോലെ ആദരിക്കാനാണ് നിങ്ങൾ എഴുന്നേറ്റതെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കരുത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സദസ്സിലേക്ക് വന്നിട്ടുണ്ട്, ഞങ്ങൾ എഴുന്നേൽക്കാറില്ല. കാരണം നബിക്കത് ഇഷ്ടമല്ലായിരുന്നു. നമ്മളൊരു സദസ്സിലേക്ക് എന്നിട്ട് നമ്മൾ അത്യാവശ്യം ഒരു ഹെഡ് വെയിറ്റൊക്കെ എത്തി, വലിയൊരു കമ്പനിയുടെ വലിയ പോസ്റ്റിലൊക്കെ എത്തി, ആളുകളെപ്പോഴും നമ്മളെപ്പറ്റി നല്ലതും ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ, നമ്മളൊരിടത്ത് ചെന്നിട്ട് ആരും എഴുന്നേറ്റില്ലെങ്കിൽ നമുക്കെന്താ പരാതി? അവനൊരു കുരുത്തങ്കെട്ടനാട്ടോ. നമ്മളെന്താ പറയുക? ഒന്ന് കണ്ടിട്ട് ഇത്ര മുതിർന്നൊരാൾ വന്നിട്ട് എഴുന്നേറ്റില്ല എന്ന് പറയും അല്ലേ? അപ്പം അത് നമ്മൾ അങ്ങനെ കാണുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഭയപ്പെട്ടു എന്നാണ്. കാരണം ഷിർക്കിൻ്റെ വഴികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഓരോ പഴുതുകളെയും അടച്ചു കളഞ്ഞു എന്നാണ്. പഴുതുകൾ അടച്ചു കളഞ്ഞു. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കലേക്ക് ഒരു സംഘം ആളുകൾ വരികയാണ്. ആ കൂട്ടത്തിൽ നബിയുടെ ഒരു സ്വഹാബിയും ആ നാട്ടിലെ അൻസാരിയ ഒരു സ്വഹാബിയുണ്ട്. അപ്പം ആ സംഘം ആളുകൾ നബീനെ സയ്യിദേ എന്ന് വിളിച്ചു. സയ്യിദേ, യാ സയ്യിദി, യാ സയ്യിദുന, ഞങ്ങളുടെ നേതാവേ എന്ന് വിളിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടില്ല. നബി പറഞ്ഞു, നിങ്ങൾ എന്നെ അള്ളാഹുവിന് പകരക്കാരനാക്കുകയാണോ? കാരണം അള്ളാൻ്റെ പേരാണ് എന്ത്? സയ്യിദ്. അള്ളാൻ്റെ പേരുകളിൽ ഒരു പേരാണ് സയ്യിദ്. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, നബി ഞങ്ങൾ അങ്ങനെ ഉദ്ദേശമല്ല വിളിച്ചത്, ഞങ്ങളുടെ നേതാവാണല്ലോ, ജനങ്ങളുടെ നേതാവാണല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊന്ന് വ്യക്തമാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? പറയുമ്പോൾ വ്യക്തമാക്കി പറയണം. അതുകൊണ്ടാണ് സയ്യിദ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നബി എന്നുകൂടി എന്ത് ചെയ്യണം? പറയണം. നബിയായ ഞങ്ങളുടെ നേതാവ്. കാരണം നബിമാരുടെ സയ്യിദാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ജനങ്ങളുടെ സയ്യിദാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പം സയ്യിദ് എന്ന് മാത്രം നബിയെ വിളിക്കുമ്പോൾ അത് അള്ളാഹുവിന് തുല്യനാക്കുമോ എന്ന് നബി എന്ത് ചെയ്തു? ഭയപ്പെട്ടു. ഒരു പദം സ്വഹാബത്ത് പറഞ്ഞതിനെപ്പോലും നബി എന്ത് ചെയ്തു? വളരെ കൃത്യമായി സൂക്ഷിച്ചാണ് അവരോട് എന്ത് ചെയ്തത്? ഇടപെട്ടത്. ആ പദം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വ്യക്തത വരുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഉമ്മത്തൻ വസത്ത, മധ്യമ നിലപാടിലുള്ളൊരു സമൂഹമാക്കി മാറ്റി. തീവ്രതയിലേക്കും പോകാൻ പാടില്ല, ജീർണതയിലേക്കും പോകാൻ പാടില്ല. എന്തിനാണ് ഇങ്ങനെ ഒരു നീതിയിൽ അധിഷ്ഠിതമായൊരു സമൂഹമാക്കി അള്ളാഹു നമ്മളെ മാറ്റിയത്? ലിതകൂനൂ, നിങ്ങളാകുന്നതിനു വേണ്ടി. ശുഹദാ, ശുഹദാ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ശുഹദാ? സാക്ഷികൾ. ഷഹീദിൻ്റെ ജംആണ് ശുഹദാ. ശുഹദാന് രണ്ടർത്ഥമുണ്ട്. അത് ഒന്നെന്താണ്? ഒരു കാര്യത്തിന് സാക്ഷിയാവലും അതേപോലെ തന്നെ രക്തസാക്ഷിയാവലും. അത് സന്ദർഭത്തിനനുസരിച്ച് എന്ത് ചെയ്യും? മാറും. പക്ഷെ അതിൻ്റെ ആശയം എന്താണ്? ഒന്നാണ്, സാക്ഷിയാവുക. ഓക്കെ. അപ്പം ശുഹദാ, നിങ്ങൾ സാക്ഷികളാകുന്നതിനു വേണ്ടിയാണ് നിങ്ങൾ ഉമ്മത്തൻ വസത്തയാക്കിയത്. അലന്നാസ്, ആർക്ക്? ജനങ്ങളുടെ മേൽ സാക്ഷികളാകണം. വയകൂന റസൂലു, റസൂലും ആകുന്നതിനു വേണ്ടി. അലൈക്കും, നിങ്ങളുടെ മേൽ ഷഹീദ. അപ്പൊ ഈ സമൂഹം ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും എന്താകണം? സാക്ഷിയാകണം. ഈ റസൂല് നിങ്ങൾക്ക് സാക്ഷിയാകണം. പണ്ഡിതന്മാർ രണ്ട് മൂന്ന് തരത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. 2-3 തരത്തിൽ. ആളുകൾക്ക് ഉറക്കം വരുന്നുണ്ടോയെന്ന് സംശയമുണ്ട് ചെറുതായിട്ട്. അത് ഈ ബുക്കും പേനയൊന്നും ഇല്ലാതിരിക്കുന്നവർക്ക് ഉറക്കം വരും. സുബഹിയും കഴിഞ്ഞിട്ടിരിക്കുകയല്ലേ, ബുക്കും പേന ഉണ്ടെങ്കിൽ ഉറക്കം വരില്ല. ബുക്കും പേനയും ഉണ്ടെങ്കിൽ ബോർഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതൊന്ന് എഴുതി വെക്കണം എന്ന് തോന്നുമ്പോൾ ഉറക്കം വരില്ല. പക്ഷെ ബുക്കും പേന ഇല്ലാതെ വന്നാൽ നമ്മളിങ്ങനെ ഒരേ നോട്ടാണ് നോക്കണത്, മനസ്സിലായില്ലേ? ആ നോട്ടം എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ അടഞ്ഞു പോകും. അതിനാണ് ഞാൻ ഇടയ്ക്ക് പേജൊക്കെ മറപ്പിക്കണത്. പക്ഷെ അത്രയായിട്ട് പോരാ. പേജ് കുറേ മറിച്ച് നോക്കേണ്ടി വരും. അപ്പം നോക്കൂ, ഇതിനെ 3 രൂപത്തിലാണ് വിശദീകരിച്ചത്. ഞാൻ ചോദിക്കും, എനിക്ക് തിരിച്ച് മറുപടി തരണേ. നിങ്ങൾ മറുപടി പറയണം. ഒരു ഭാഗത്തോട് ഞാൻ ചോദിക്കും, ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ മറുപടി പറയണം. ഈ ഭാഗത്തോട് ഞാൻ ചോദിക്കും. റസൂലിൻ്റെ ഉമ്മത്തിനെ മുഴുവൻ മനുഷ്യർക്കും സാക്ഷികളാക്കി, റസൂലിനെ ആകട്ടെ നിങ്ങൾക്കും സാക്ഷികളാക്കി. ഇതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ച് ഒരു രൂപം എന്താണെന്നറിയോ? അതായത് മുഴുവൻ ജനങ്ങൾക്കും മാതൃകയാണ് ആര്? മുസ്ലിം ഉമ്മത്ത്.
അതുകൊണ്ടാണ് കുൻതും ഖൈറ ഉമ്മ. എന്തിനാണ്? ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉത്തമ സമുദായമാക്കി. അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിലൊരു തെറ്റ് ചെയ്താൽ ജനങ്ങൾ എന്തു പറയും? കാക്കാമാരാണെന്ന് പറയും, എല്ലാം മുസ്ലിങ്ങളാണെന്ന് പറയും. മറ്റുള്ള ജാതിക്കാരെങ്കിലും ചെയ്താലോ അത് പറയൂല. എന്താ കാര്യം? അവർക്ക് ഹറാമും ഹലാലൊന്നും ഇല്ല. കൃത്യമായി മതനിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കേണ്ടവരാണ് ആര്? മുസ്ലിമീങ്ങൾ. അത്രയും സ്ട്രിക്റ്റായ ഒരു ലൈഫ് സ്റ്റൈൽ അവർക്കുണ്ടായിട്ട് അവർ തെറ്റിലേക്ക് പോയാലോ ജനങ്ങൾ വിമർശിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആരാധനാകർമ്മങ്ങൾ, അതേപോലെ തന്നെ ജീവിത രീതികൾ, ഇതിൽ മാതൃകയാണ് ആര്? ഈ മുസ്ലിം സമൂഹം. ആ കാര്യം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂൽ ആരാണ്? നിങ്ങൾക്ക് സാക്ഷിയാണ്. ഇതാണ് ഒരു വിശദീകരണം. ഓക്കെ, ഇതെനിക്ക് പറഞ്ഞു തരണേ. ഓക്കെ, അപ്പോൾ ദുനിയാവിൽ മുഴുവൻ ജനങ്ങൾക്ക് ഈ ഉമ്മത്ത് സാക്ഷിയാണ്. ഈ ഉമ്മത്തിന് ഹക്കും ബാത്തിലും ഹലാലും ഹറാമും പഠിപ്പിച്ചു കൊടുത്തതിൽ നബി ആരാണ്? സാക്ഷിയാണ്. മറ്റൊരു വിശദീകരണം, നാളെ പരലോകത്തെത്തുമ്പോൾ ഞങ്ങൾക്ക് ഹക്ക് കിട്ടിയില്ല, ഞങ്ങൾ ഈ ഹക്ക് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നെങ്ങാനും പറഞ്ഞാൽ, ദേ ഹക്ക് സ്വീകരിച്ചൊരു സമൂഹമുണ്ടല്ലോ ഇവിടെ, അവരെ കാണിച്ചിട്ടാണ് അവരുടെ നന്മ തിന്മകളെ എന്ത് ചെയ്യുക? അള്ളാഹു വിലയിരുത്തുക എന്നതാണ് മറ്റൊരഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സാക്ഷിയാക്കും? നബി അവർക്കിത് പഠിപ്പിച്ചു കൊടുത്തോ ഇല്ലേ എന്നുള്ളതിൽ നബിയെ സാക്ഷിയാക്കും. അതിന് ഉദാഹരണമുണ്ട്. മഹാനായി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് കൊണ്ടുവരുമെന്നാണ്, നൂഹ് നബീനെ. എന്നിട്ട് നൂഹ് നബിയോട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന ഒരു ചോദ്യം മഹാനായ ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? രേഖപ്പെടുത്തുന്നുണ്ട്. ആ സംഭവം നമ്മൾ ഇങ്ങനെ വായിക്കാം. യുദ്ആ നൂഹുൻ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ടുവരും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ഫയുഖാലു ലഹു, എന്നിട്ട് പറയപ്പെടും, ഹൽ ബല്ലഗ്ത, താങ്കളുടെ ജനതക്ക് ഏൽപ്പിച്ച ദൗത്യം എത്തിച്ചു കൊടുത്തിരുന്നോ? ആരാണ് നൂഹ് നബി? നൂഹ് നബി അവ്വലുർ റുസുൽ, ഒന്നാമത്തെ റസൂലാണ്. അതായത് പ്രബോധനം ആരംഭിക്കുന്നത് ബഷീറം വ നദീറ, താക്കീത് നൽകുന്നതും സന്തോഷ വാർത്ത അറിയിക്കുന്നത് നൂഹ് നബി മുതലാണ്. ആ നൂഹ് നബിയോട് ചോദിക്കുകയാണ്, ബല്ലഗ്ത, ഹൽ ബല്ലഗ്ത, താങ്കൾ ജനങ്ങൾക്ക് ഇത് എത്തിച്ചു കൊടുത്തോ? ആദ്യം നൂഹ് നബിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്. അപ്പം നൂഹ് നബി എന്ത് പറഞ്ഞു? നൂഹ് നബി പറഞ്ഞു, നഅം, ഞാനത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് റബ്ബേ. നൂഹ് നബീനെ അവിടെ മാറ്റി നിർത്തിയിട്ട് അല്ലാഹ് എന്ത് ചെയ്യും? ഫയുദ്ആ ഖൗമുഹു, അദ്ദേഹത്തിൻ്റെ സമുദായത്തെ വിളിക്കും. ഫയുഖാലു ലഹും, അവരോട് ചോദിക്കും, ഹൽ ബല്ലഗക്കും, നിങ്ങൾക്ക് ഈ മനുഷ്യൻ ഈ സന്ദേശം എത്തിച്ചെന്നിട്ടുണ്ടോ? ഫയഖൂലൂൻ, അവർ പറയും, മാ താനാ മിൻ നദീർ, ഞങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നില്ല റബ്ബേ. വമാ താനാ മിൻ അഹദിൻ, ഒരാളും ഞങ്ങൾക്ക് അങ്ങനെ വന്നിട്ടില്ല. നൂഹ് നബി നിൽക്കെ പറയാണ്, നമുക്കൊരു മനുഷ്യനും താക്കീത് നൽകാൻ വന്നിട്ടില്ല. നൂഹ് നബി എത്ര കൊല്ലം പ്രബോധനം നടത്തി? 950 കൊല്ലം നൂഹ് നബി അവരോടൊപ്പം ജീവിച്ചു. അവരോടൊപ്പം 950 കൊല്ലം ജീവിച്ചൊരു മനുഷ്യനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ മനുഷ്യൻ എത്തിച്ചു തന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത്? മാ താനാ മിൻ നദീർ, ഞങ്ങൾക്കൊരു താക്കീതുകാരനും വന്നിട്ടില്ല റബ്ബേ എന്ന്. വല്ലാത്തൊരു വാചകമാണ്. അപ്പം നൂഹ് നബിയുടെ അടുത്ത ചോദ്യം എന്താണെന്നറിയോ? അല്ലാഹ് സുബ്ഹാനല്ലാഹ്, നൂഹ് നബിയോട് ചോദിക്കുകയാണ്. ഫയഖാലു ലിനൂഹ്, നൂഹ് നബിയോട് ചോദിച്ചു, മൻ യശ്ഹദു ലക്, താങ്കൾ ഈ പറഞ്ഞതിന് ആരാ താങ്കൾക്ക് സാക്ഷിയുള്ളത് നൂഹ്? അപ്പം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കൊടുക്കണം മറുപടി ശ്രദ്ധേയമാണ്. ഫയഖൂലു മുഹമ്മദുൻ വ ഉമ്മത്തുഹു, എനിക്ക് സാക്ഷിയുള്ളത് മുഹമ്മദും മുഹമ്മദിൻ്റെ അനുയായികളുമാണ് എനിക്ക് സാക്ഷി നിൽക്കുക. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തോതി, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത്താ ലിതകൂനൂ ശുഹദാ അലന്നാസി വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ. ഈ ആയത്ത് ഓതിയെന്നാണ്. ഈ ആയത്ത് പറയപ്പെട്ട സാക്ഷി നിൽക്കൽ എവിടെയാണ്? നാളെ പരലോകത്താണ്. എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞ സമൂഹത്തിൻ്റെ പ്രവാചകന്മാരെയൊക്കെ ആ സമൂഹം എന്ത് ചെയ്യും? അള്ളാൻ്റെ മുന്നിൽ വെച്ച് പറയും, ഇവർ നമുക്ക് എത്തിച്ചെന്നില്ല എന്ന് പറയും. മറ്റൊരു ഹദീസിൽ എന്താണെന്നറിയോ? മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ്,
അതായത് ഒരു പ്രവാചകൻ വരും, ആ പ്രവാചകൻ്റെ കൂട്ടത്തിൽ ഒരാളുണ്ടാവും. വേറൊരു പ്രവാചകൻ വരും, ആ പ്രവാചകൻ്റെ കൂട്ടത്തിൽ രണ്ടാളുണ്ടാവും. മറ്റൊരു പ്രവാചകൻ വരും, ആ പ്രവാചകൻ്റെ കൂട്ടത്തിൽ മൂന്നാളുണ്ടാവും. ഇങ്ങനെ കൊണ്ടുവരും ചില പ്രവാചകന്മാരെ. അതെന്താ ആ പ്രവാചകൻ്റെ കൂട്ടത്തിൽ ഒരാളെ കൊണ്ടുവന്നത്? ആ പ്രവാചകനിൽ ഒരാളെ വിശ്വസിച്ചുള്ളൂ. രണ്ടാൾ വന്നതോ ആ പ്രവാചകനിൽ രണ്ടാളെ വിശ്വസിച്ചുള്ളൂ. അപ്പോൾ അവരെയും കൊണ്ടുവരും, എന്നിട്ട് അവരെ സമൂഹത്തെയും കൊണ്ടുവരും. ആ സമൂഹം എന്ത് ചെയ്യും? പറയും ഞങ്ങൾക്ക് ആരും വന്നില്ല എന്ന് പറയും. അപ്പോഴും അവരാരെയാണ് സാക്ഷി നിർത്തുക? റസൂലിനെയും ഈ ഉമ്മത്തിനെയും സാക്ഷി നിർത്തും. അപ്പം നമ്മൾ സാക്ഷിയാണ്, മുൻകഴിഞ്ഞ സമൂഹത്തിന് നമ്മൾ സാക്ഷിയാണ്. അപ്പം നമ്മളോട് ചോദിക്കുമെന്നാണ്, നമ്മളോട് അടുത്ത ചോദ്യം എന്താണെന്നറിയാം? അടുത്ത ക്വസ്റ്റ്യൻ. നമ്മളല്ല, നൂഹ് നബി സാക്ഷി നിർത്തിയല്ലോ, പല പ്രവാചകന്മാരും നമ്മളെ സാക്ഷി നിർത്തുമല്ലോ. അപ്പം അള്ളാൻ്റെ അടുത്ത ചോദ്യം ആരോടാകണം? നമ്മളോടാ. നിങ്ങൾക്കിതെവിടെ നിന്ന് കിട്ടി? നൂഹ് നബിക്ക് നൂഹ് നബി അവർക്ക് എത്തിച്ചു കൊടുത്തുവെന്നും നൂഹ് നബി അവരോടൊപ്പം ജീവിച്ചുവെന്നും ഈ സന്ദേശം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പം നമ്മൾ മറുപടി എന്തായിരിക്കും? ഞങ്ങൾക്ക് ഞങ്ങളുടെ റസൂൽ പഠിപ്പിച്ചു തന്നു. അപ്പോൾ നബിയോടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായി. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എത്തിച്ചു കൊടുത്തോ ഇല്ലേ എന്നതിൻ്റെ ആൻസർ ആരിലൂടെ പറയിക്കും? നമ്മളിലൂടെ പറയിക്കും. കാരണം നൂഹ് നബി 950 കൊല്ലം അവരോടൊപ്പം ജീവിച്ചു എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. നൂഹ് നബിയുടെ വളരെ സങ്കടകരമായ ഖേദകരമായ വിലാപത്തിൻ്റെ വാക്കുകൾ സൂറത്തു നൂഹിലുണ്ട്. ഒരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചു. ഇത് ഞങ്ങൾക്ക് റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം റസൂലിൻ്റെ ദൗത്യം റസൂൽ പൂർത്തീകരിച്ച് തന്നുവെന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ച് അള്ളാഹു എന്ത് ചെയ്യാണ്? ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താണ്. ദാ മുഹമ്മദ് നബി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് വിശ്വസിച്ചൊരു വിശ്വാസി സമൂഹം ഇവിടെ ഉണ്ട്. അവരാണ് ഉമ്മത്തൻ വസത്ത. അവർ സാക്ഷികളാണ്. മുൻകഴിഞ്ഞ നബിമാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ സമൂഹത്തോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം 3 രൂപമാണ്. ഒന്ന്, ദുനിയാവിൽ വെച്ച് തന്നെ എന്ത് ചെയ്യും? സാക്ഷികളാണ്, അവർക്ക് മാതൃകയാണ്. 2, നമ്മൾ ഈ ആദർശം സ്വീകരിച്ചത് കൊണ്ട് നാളെ പരലോകത്ത് മറ്റുള്ളവർക്ക് എന്തുണ്ടാവില്ല? ഉദുറ് പറയാനുണ്ടാവില്ല. 3, മുൻകഴിഞ്ഞ നബിമാരെ അവരുടെ സമൂഹം നിഷേധിക്കുമ്പോൾ അവർക്ക് സാക്ഷികളായി വരുന്നത് ആരാണ്? റസൂലും ഉമ്മത്തുമാണ്. അപ്പോൾ സഹോദരങ്ങളെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഈ ഉമ്മത്തിനെയും അള്ളാഹു എന്താക്കും? സാക്ഷികളാക്കും. അതിനുവേണ്ടിയാണ് ഈ ഉമ്മത്തിനെ ഏറ്റവും നല്ല ഉമ്മത്താക്കി മാറ്റിയിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് നോക്കാം. വമാ ജഅൽനൽ ഖിബ്ല, ഖിബ്ലയെ നാം ആക്കിയിട്ടില്ല. അല്ലത്തി, എങ്ങനെയുള്ള, കുൻത അലൈഹ, താങ്കൾ ഏതൊരു ഖിബ്ലയിലായിരുന്നു അതിനെ നാം ആക്കിയിട്ടില്ല. എന്തിനു വേണ്ടിയല്ലാതെ? ഇല്ലാ ലിനഅലമ, നാം അറിയുന്നതിന് വേണ്ടിയല്ലാതെ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്തെത്തിയപ്പോൾ കഅബയിലേക്കും തിരിഞ്ഞു, ബൈത്തുൽ മഖ്ദിസിലേക്കും തിരിഞ്ഞു. എന്നാൽ മദീനയിലെത്തിയപ്പോഴോ 16-17 മാസക്കാലം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു. അതെന്തിനു വേണ്ടിയായിരുന്നു അള്ളാഹു ആദ്യം ഒരു 16-17 മാസക്കാലം അങ്ങനെ തിരിപ്പിച്ചത്? അതാണ് ഈ പറയുന്നത്. വമാ ജഅൽനൽ ഖിബ്ലതല്ലതി കുൻത അലൈഹ, താങ്കൾ ഏതൊരു കിബിലയിലായിരുന്നു അതിനെ നാം ആക്കിയിട്ടില്ല. ആർക്കു വേണ്ടിയല്ലാതെ? ഇല്ലാ ലിനഅലമ, നാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയല്ലാതെ. മൻ യത്തബിഉർ റസൂൽ, ആരാണ് റസൂലിനെ പിൻപറ്റുന്നതെന്ന്. മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി, അതേപോലെ തന്നെ വന്ന കാലിൽ തിരിച്ചു പോകുന്നവർ ആരാണെന്നും നോക്കാൻ വേണ്ടിയല്ലാതെ നാം അങ്ങനെ അതിനെ കിബിലയാക്കിയിട്ടില്ല. അപ്പോൾ വന്ന ആളുകളുണ്ടല്ലോ, നബീനെ വിശ്വസിച്ച് വന്ന ആളുകൾ, ആ വന്നതിൽ നിന്ന് കുതികാലിൽ മടങ്ങുക. എൻഖലിബ് എന്ന് പറഞ്ഞാൽ, കുതികാലം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയ പറയാം. ആ നിർത്തിയിരിക്കണ നേരെ തിരിച്ചു വെച്ചാൽ എന്ത് ചെയ്യും? നേരെ ബാക്കിലേക്ക് പോരാ. ആ പദപ്രയോഗം എന്താണ്? വന്ന പാടെ മടങ്ങുക എന്നാണ്. അപ്പം നബിയിലേക്ക് വിശ്വസിച്ച് വന്ന ആളുകൾ അതിൽ നിന്ന് ഉടനെ തിരിച്ചു പോകുന്നവരാരാണ്, അത് റസൂലിനെ പിൻപറ്റുന്നത് ആരാണെന്ന് നോക്കാനാണ് അള്ളാഹ് എന്ത് ചെയ്തത്? ആദ്യത്തെ 16-17 മാസക്കാലം എങ്ങോട്ട് തിരിയാൻ പറഞ്ഞത്? ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിയാൻ പറഞ്ഞത്. ഇതൊരു ടെസ്റ്റിംഗ് ആയിരുന്നു നബി. അതുകൊണ്ട് ഇതൊരു ടെസ്റ്റാണ്. ആരാണ് യഥാർത്ഥ വിശ്വാസി എന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞില്ല, അള്ളാഹ് പറയുന്നു, വ ഇൻ കാനത് ലകബീറതൻ ഇല്ലാ അലല്ലദീന ഹദല്ലാഹ്, വ ഇൻ കാനത്, ആയിരുന്നാൽ, ലകബീറതൻ, ഒരു വലിയ കാര്യമാണ്, വലിയൊരു അടങ്ങേറായിരിക്കും. ആർക്ക്? ഇല്ലാ അലല്ലദീന ഹദല്ലാഹ്, അള്ളാഹ് ഹിദായത്തിലാക്കിയവരല്ലാത്തവർക്ക് ഇതെന്താകും? ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും.
അല്ല ഹിദായത്തിലാക്കിയ മനുഷ്യന്മാർക്കോ ഇത് അള്ളാൻ്റെ കൽപ്പനയാണ്, അങ്ങോട്ട് തിരിയണം. എന്നാൽ അല്ല ഹിദായത്തിലാക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ഭയങ്കര ഇടങ്ങേറ. ഇതെന്താ ഇപ്പോൾ ഒരു സമയത്ത് അങ്ങോട്ട് തിരിയുന്നു, ഇപ്പോൾ പറയുന്നു ഇങ്ങോട്ട് തിരിയാൻ, ഇനി നാളെ ഇങ്ങോട്ട് തിരിയാൻ പറയും. നമ്മൾ പറയൂലേ, നമ്മൾ പറയാറില്ലേ അല്ലേ? ഇന്നലെ ഒരു കാര്യം പറഞ്ഞു ഉസ്താദ്, ഇന്നിപ്പോൾ ഉസ്താദ് വന്നിട്ട് പറയുന്നത് വേറെ ഏത്, ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറയും അല്ലേ? ഇപ്പം നമ്മൾ മുമ്പ് പഠിച്ചിരുന്ന പല കാര്യങ്ങളും നമ്മൾ ഒന്നുകൂടി പഠിച്ചപ്പോൾ എന്തായിട്ട് തോന്നി? അതല്ല ശരി, മറ്റൊന്നാണ് ശരിയെന്ന് നമുക്ക് തോന്നിയിരുന്നു. അത് നമ്മൾ വന്ന് പറയുമ്പോൾ പറയും, ഇവിടെ നമ്മളിപ്പോൾ 10-40 കൊല്ലമായിട്ട് മനസ്സിലാക്കി വെച്ച ഇതാണ്, മദ്രസയിലും പഠിപ്പിച്ച ഇതാണ്, ഇതൊക്കെ എന്താ ഇവന്മാർ പറഞ്ഞു തരാത്തതെന്ന് ഇങ്ങനെ ആലോചിക്കും അല്ലേ? ഇനി പിന്നെ ചില ആളുകൾ, ചില ദുർബലരായി ചോദിക്കും, ഇനി ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞ് ഇത് വീണ്ടും മാറും. ഇങ്ങനെ പറയണ ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇവരെ തിരിച്ചറിയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 16-17 മാസക്കാലം എങ്ങോട്ട് തിരിയാൻ പറഞ്ഞത്? ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിയാൻ പറഞ്ഞത്. അതായത് മുനാഫിക്കുകളെ അള്ളാഹ് എന്ത് ചെയ്യും? ഇങ്ങനെ വേർതിരിച്ച് മാറ്റി നിർത്തും, പ്യൂരിഫിക്കേഷൻ നടത്തും മുസ്ലിം ഉമ്മത്തിൽ നിന്ന്. അത് ഓരോ കാലഘട്ടത്തിൽ നടക്കും, ഓരോ നൂറ്റാണ്ടിൽ നടക്കും, ഓരോ 10 കൊല്ലം കഴിയുമ്പോൾ നടക്കും. മനസ്സിലായില്ലേ? അതല്ല ഒരു വിഭാഗത്തിന് പരീക്ഷണമാണ്, പക്ഷെ വിശ്വാസികൾക്ക് അതെന്താണ്? ഖൈറാണ്. നോക്കൂ, വമാ കാന അല്ലാഹു ലിയുളീഅ ഈമാനക്കും, വമാ കാന അല്ലാഹു ആയിട്ടില്ല ലിയുളീഅ, അല്ലാഹ യുളീഉ ഇളാഅതൻ, അല്ലാഹ എന്ന് പറഞ്ഞാൽ വിഫലമാക്കി കളയുക, കെടുത്തിക്കളയുക എന്നാണ്. കെടുത്തിക്കളയുക. അല്ലാഹ യുളീഉ ഇളാഅതൻ, പാഴാക്കി കളയുക. അല്ലാഹു പാഴാക്കി കളയുകയില്ല ഈമാനക്കും, നിങ്ങളുടെ ഈമാനിനെ. നിങ്ങളുടെ ഈമാനെ അല്ലാഹ് പാഴാക്കി കളയൂല. ഈ വാചകം അല്ലാഹ് എന്തിനാ കൊണ്ടുവന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിബില മാറ്റം നടത്തിയപ്പോൾ വിശ്വാസികൾക്ക് ആകെ ഒരു ഇടങ്ങേറായി. എന്താ ഇടങ്ങേറെന്നറിയോ? സ്വാഭാവികമായി മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഇടങ്ങേറ. നമ്മൾ ഈ 16-17 മാസം കാലം നമസ്കരിച്ച നമസ്കാരത്തിൻ്റെ വിധി എന്താ? അതല്ല സ്വീകരിക്കുമോ? കാരണം എന്താ? ആ വിധി അല്ലാഹ് ദുർബലപ്പെടുത്തിയില്ലേ? അപ്പം നമ്മുടെ നമസ്കാരം എന്താവും? ദുർബലപ്പെട്ടു പോകൂലേന്ന് അവർക്ക് പേടിയുണ്ടായിരുന്നു. അതാണ് ഒരു പേടി. രണ്ടാമത്തെ പേടി എന്താണെന്നറിയോ? മുമ്പ് മരിച്ചുപോയ മനുഷ്യന്മാർ അവരങ്ങോട്ട് തിരിഞ്ഞിട്ടല്ലേ നിസ്കരിച്ചത്. അപ്പം നബി അവരുടെ നിസ്കാരവും അവരുടെ അമലും സ്വീകരിക്കുമോ? അത് ദുർബലപ്പെട്ടില്ലേ? അപ്പം അതിനുള്ള മറുപടിയാണ് വമാ കാന അല്ലാഹു ലിയുളീഅ ഈമാനക്കും, നിങ്ങളുടെ ഈമാനെ അള്ളാഹ് എന്താക്കൂല? അതിനെ വിഫലമാക്കൂല, അതിനെ പാഴാക്കൂല. ഇവിടെ ഈമാൻ എന്നതിന് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത വിശദീകരണം എന്താ? സ്വലാത്ത്, അവരുടെ നമസ്കാരം, അവരുടെ ആരാധന കർമ്മം, അതാണ് അവിടെ ഈമാനിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ മുൻപ് ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ അറിവില്ലാതെ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്? നന്മയാണ് ചെയ്തത്, പക്ഷെ അത് അറിയില്ലായിരുന്നു, അതിങ്ങനെയായിരുന്നു. അയാൾ നന്മയാണോ ചെയ്തത്? തൗഹീദുണ്ടോ? അയാൾ നന്മയാണ് ചെയ്തതെങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യും? അയാൾക്ക് പ്രതിഫലം കൊടുക്കും. അപ്പോൾ സ്വഹാബത്ത് അന്നുണ്ടായ വിധി അതൊരിക്കലും എന്തല്ല, തെറ്റല്ല, അറിവില്ലായ്മയല്ല, മറിച്ച് അതും വഹീൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ സ്വഹാബത്തിന് മനസ്സിന് സമാധാനമായി. എന്താ? നമ്മുടെ അമലൊന്നും ഉണ്ടാവില്ല, ബാത്തിലാവൂല. മുമ്പ് മരിച്ചുപോയവരൊന്നും എന്ത് ചെയ്യൂല, അവരുടെ അമലൊന്നും നഷ്ടപ്പെട്ടു പോകൂല. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതിനുശേഷം അല്ലാഹ് കൊണ്ടുവന്ന വാചകം ശ്രദ്ധിക്കണം. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം, തീർച്ചയായും ജനങ്ങളോട് അല്ലാഹു റഊഫുർ റഹീം, ഏറെ ദയ കാണിക്കുന്നവനും അങ്ങേറ്റം കരുണയുള്ളവനുമാണ്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവരുന്നൊരു ഹദീസുണ്ട്. ആ ഹദീസ് എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ ഒരു യുദ്ധത്തിൽ പിടിച്ചു കൊണ്ടുവരപ്പെട്ട ഒരു സ്ത്രീ, ഒരു യുദ്ധത്തടവുകാരിയായ സ്ത്രീ, ആ സ്ത്രീയുടെ സംഭവം മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ ഈ വാചകത്തിന് വിശദീകരണം കൊടുക്കുന്നുണ്ട്. എന്താണത്? നോക്കൂ. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ ഇംറഅതൻ മിനസ് സബിയ്യ, യുദ്ധത്തടവുകാരിയായി പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ കൊണ്ടുവരപ്പെട്ടു. ആ സ്ത്രീയാകട്ടെ ഖദ് ഫുർരിഖ ബൈനഹ വ ബൈന വലദിഹ, ആ സ്ത്രീയുടെ കുട്ടിയുടെ കൈ എന്ത് ചെയ്തു? ആ കുട്ടിയിൽ നിന്ന് വിട്ടുപോയി. അങ്ങനെ ആ കുട്ടീനെ നഷ്ടപ്പെട്ടു. ആ സംഘത്തിൽ വെച്ച് കുട്ടീനെ കാണാനില്ല. അപ്പോൾ ഫജഅലതു കുല്ലമാ വജദതു സബിയ്യൻ, ആ കുട്ടിയെ തെരഞ്ഞു പോയപ്പോൾ കണ്ട കുട്ടികളെ എല്ലാം പിടിച്ചിട്ട് എന്ത് ചെയ്തു? എൻ്റെ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് അണച്ചു പിടിക്കുന്നുണ്ട്. ഫഅഖദതുഹു ഫഅൽസഖതുഹു ബിസ്വദിരിഹ, അവർ സ്വന്തം കുട്ടിയാണെന്ന് വിചാരിച്ച് കാണുന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യും? പോയിട്ട് മാറോട് അണച്ചു പിടിക്കും. അപ്പോഴാണ് അറിയേണ്ടത് എൻ്റെ കുട്ടിയല്ല,
അപ്പോൾ എത്രത്തോളം ആ കുട്ടിയോട് ഉമ്മക്ക് സ്നേഹമുണ്ട് അല്ലേ? നമ്മുടെ മകൻ നഷ്ടപ്പെട്ടാൽ ഒരു വലിയൊരു സമൂഹത്തിൻ്റെ മുന്നിൽ ക്രൗഡിൽ മോൻ നഷ്ടപ്പെട്ടു പോയാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി പരക്കം പാച്ചിൽ നടത്തും നമ്മൾ അല്ലേ? എന്നിട്ടോ ഏതെങ്കിലും ഒരു കുട്ടിയെ കാണുമ്പോൾ എൻ്റെ മോനാണോ എന്ന് നമ്മൾ ആലോചിക്കും. അങ്ങനെ ഒരു കുട്ടിയെപ്പറ്റി സ്വഹാബത്തിനോട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ദാ ഉമ്മ ഓടണ കണ്ടോ? അവസാനം ആ ഉമ്മ എന്ത് ചെയ്തു? ആ ഉമ്മ വഹിയ തദൂറു അല വലദിഹ ഫലമ്മ വജത്തുഹു ലൊമ്മത്തുഹു ഇലൈഹ. ആ കുട്ടിയെ കണ്ടു. കുട്ടിയെ കണ്ടപ്പോൾ ഉമ്മ ആ കുട്ടീനെ എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ചു. അത്ര സ്നേഹമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? അൽഖമത്തുഹു സദിയഹ. അവളുടെ മാറിൻ്റെ ഞെട്ടുകൾ ആ കുട്ടിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു പാല് കുടിക്കാൻ വേണ്ടി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുകയാണ്, അതദറൂന ഹാദിഹി താരിഹതൻ വലദഹ ഫിന്നാർ. ഈ കുട്ടി, ആ കുട്ടിയുടെ ഉമ്മ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? വഹിയ തഖ്ദിറു അലാ അല്ലാ തത്റഹു. ആ കുട്ടിയെ വലിച്ചെറിയാനുള്ള കഴിവുണ്ട് ആ പെണ്ണിന്. പക്ഷെ ആ പെണ്ണ് അങ്ങനെ വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സഹാബത്ത് പറഞ്ഞു, നബിയേ ലാ യാ റസൂലല്ലാഹ്, ഒരിക്കലും വലിച്ചെറിയൂല. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയണം, ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹ. ആ ഉമ്മ തൻ്റെ കുട്ടിയെ സ്നേഹിച്ച ആ സ്നേഹത്തെക്കാളും കാരുണ്യവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഉമ്മയുടെ ഹൃദയത്തിൽ നിന്ന് എത്ര കാരുണ്യമുണ്ട് ആ കുട്ടിയോട്. അതിനേക്കാൾ അർഹമുറാഹിമാണ് ആര്? നമ്മുടെ റബ്ബ്. അപ്പം നമ്മുടെ ഉമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പം നമ്മൾ നാളെ റബ്ബിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ റബ്ബെന്നെ വിചാരണ ചെയ്യുമല്ലോ. അപ്പം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട എന്താ? ഒരു പ്രതീക്ഷയുണ്ട്. എൻ്റെ ഉമ്മയേക്കാൾ കാരുണ്യവാനാണ് എൻ്റെ റബ്ബ്. നമ്മളൊരു തെറ്റ് ചെയ്തു പോയാൽ നമ്മളെ പോട്ടടാ മോനെ എന്ന് നമ്മൾ ആശ്വസിപ്പിക്കുന്ന ആരായിരിക്കും? നമ്മുടെ ഉമ്മയാണ് അല്ലേ? വാപ്പ ചിലപ്പോൾ അടിക്കാൻ വേണ്ടി വടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അവനിങ്ങോട്ട് വരട്ടെ, 2 ഡയലോഗ് ഇടണമെന്നൊക്കെ പറഞ്ഞു വാപ്പ ഇരിക്കും. വാപ്പാൻ്റെ ചൂടൻ സ്വഭാവമൊക്കെ ഉമ്മാക്ക് അറിയാമെങ്കിൽ ഉമ്മ എന്താ പറയുക? നിങ്ങൾ വരുമ്പോൾ ഒന്നും ചെയ്യില്ല കേട്ടോ, അവനെ നിങ്ങളൊന്നും പറയില്ല കേട്ടോ എന്ന് പറയും. എന്താ? ഉമ്മാൻ്റെ മനസ്സലിക്കും. അവൻ വരുമ്പോൾ ഉമ്മ ആ മകനെ വാപ്പ 2 തല്ല് തല്ലിയിട്ടുണ്ടെങ്കിൽ അവനെ പോയി കെട്ടിപ്പിടിച്ച് അവനെ ആശ്വസിപ്പിക്കുന്ന ആരായിരിക്കും? ഉമ്മയിരിക്കും. ആ ഉമ്മയേക്കാൾ കാരുണ്യവാനാണ് നാളെ എന്നെ വിചാരണ ചെയ്യുന്ന എൻ്റെ റബ്ബ്. അതുകൊണ്ട് എൻ്റെ റബ്ബെന്നോട് കാരുണ്യം കാണിക്കുമെന്ന് എന്ത് ചെയ്യണം? നമ്മൾ പ്രതീക്ഷിക്കണം. ഈ പ്രതീക്ഷ അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മളോട് അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, നാളെ റബ്ബ് വിചാരണ ചെയ്യുമെന്ന് പേടിയുണ്ടെങ്കിലും അർഹമുറാഹിമ ആയ റബ്ബിൻ്റെ മുന്നിലാണല്ലോ ഞാൻ പോയി നിൽക്കുന്നതെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളതെന്ന് ചില പണ്ഡിതന്മാർ പറയാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നാളെ പരലോകത്ത് നമ്മളോട് അങ്ങേയറ്റം കരുണ കാണിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങൾ, ഇനി നമ്മൾ ഓതിയ ഒരായത്തൂടെ നമുക്ക് എടുക്കേണ്ടത് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എടുക്കാം. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത ഒരു നന്മയും അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ അതെന്ത് ചെയ്യൂല? അള്ളാഹു പാഴാക്കി കളയുകയില്ല. അത്രത്തോളം അള്ളാഹു നമ്മളോട് ആരാണ്? അർഹമുറാഹിമാണ്, റഊഫാണ്, റഹീമാണ്. റഊഫിൻ്റെ അർത്ഥം ദയ കാണിക്കുന്നവനെന്നാണ്. റഹീമിൻ്റെ അർത്ഥം പരമകാരുണ്യകൻ എന്നാണ്. കാരുണ്യത്തിൽ ഏറ്റവും സൂപ്പർലേറ്റീവായ പദമാണ്. റഹ്മാനിനേക്കാളും സൂപ്പർലേറ്റീവായ പദം ഏതാണ്? റഹീമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നേടിയെടുക്കുന്ന വിശ്വാസികൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അല്ലാഹു അങ്ങേയറ്റം ഏറ്റവും എളുപ്പമുള്ള വിചാരണ നൽകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ യാതൊരു സംശയവുമില്ലാതെ, യാതൊരു ആശങ്കകളുമില്ലാതെ നിരുപാധികം അള്ളാഹിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊണ്ടുവന്ന മുഴുവൻ വിധികളെയും അത് റസൂലിനോടുള്ള സ്നേഹവും അള്ളാഹുവിനോടുള്ള സ്നേഹവും മുൻനിർത്തി ആ റസൂലിനെ പിൻപറ്റാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ ഇനിയും പഠിക്കാൻ, അറിവ് നേടാൻ, ആ ജീവിതത്തിൽ പകർത്താൻ, മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.